അസ്സലാമലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാനും നമ്മുടെ മുത്ത് അജാസും കൂടെയും കൂടിയിട്ട് എറണാകുളം ഞങ്ങൾ പോവാണ്. എറണാകുളം മാത്രമല്ല കേട്ടാ, ഞങ്ങളിപ്പോൾ ഒരു മാസത്തോളമായി, ഒരു കൊല്ലത്തോളമായി ഞങ്ങൾ ഒന്ന് എറണാകുളത്ത് പോയിട്ട് ഞങ്ങൾ രണ്ടാളും, ഞാൻ അതിൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് പോയിട്ട് അജാസ് ഒട്ടും പോയിട്ടില്ല. ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് ഒരു കൊല്ലത്തോളമായി. അപ്പോൾ കഴിഞ്ഞ ദിവസം അജാസ് ഇങ്ങനെ എന്നോട് എറണാകുളം പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആലുവയിലെത്തി, 2 വീലർമായിട്ടാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് 2 വീലർമ അജാസിന് പോകണമെന്ന് പറഞ്ഞു. ആലുവയിലെത്തി കഴിഞ്ഞപ്പോൾ അജാസിന് ചെറിയൊരു ആഗ്രഹം. ഏതാണ് ആഗ്രഹം? ആലങ്ങാട് അവിടെ ചെറായി ബീച്ച്. ചെറായി ബീച്ച് കാണണമെന്ന് നമ്മുടെ അജാസിന് ചെറിയൊരു ആഗ്രഹം. അപ്പം ഞാനും അജാസും കൂടി ഇത് ചെറായി ബീച്ച് കാണാനായിട്ട് പോയിട്ടിരിക്കുകയാണ്. പോണേക്ക് അവനിക്ക് ആലങ്ങാട് പള്ളി പുതുക്കി പണിതൊന്നും കാണണം. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചി പോവും. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നേരെ ഞങ്ങൾ തിരിച്ച് എറണാകുളം വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ, ഞങ്ങളൊരു പുതിയ ബിസിനസ് കൂടി തുടങ്ങാൻ പോവാണ്. ഒരു ചെറിയ സ്പ്രേയുടെ 100 രൂപയുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ സ്പ്രേ എല്ലാവരും മേടിച്ച് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഞങ്ങൾക്കും അതൊരു ചെറിയൊരു സഹായമായിരിക്കും. ഓക്കെ അല്ലേ? എല്ലാവരും മേടിക്കണ്ടേ സ്പ്രേ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ ചെറായി പോയിട്ടുള്ള വീഡിയോ ഇട്ടുതരാം കേട്ടാ. ആലങ്ങാട് പള്ളി, ആലങ്ങാട് ജുമാ മസ്ജിദ്. അജാസിന് ആലങ്ങാട് പള്ളി കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അജാസിനെ കൊണ്ട് ആലങ്ങാട് പള്ളിയിൽ ഞങ്ങൾ വന്നു ബൈക്കിൽ. ഇതാണ് ആലങ്ങാട് പള്ളിയാണ് ഈ കാണുന്നത്. ഞങ്ങളങ്ങനെ ചെറായി ബീച്ചിലോട്ടുള്ള വഴി എത്തി. ഇതാണ് ചെറായി ബീച്ചിലോട്ടുള്ള വഴി. അജാസും ചെറായി ബീച്ചിലെത്തി. ചെറായി ബീച്ചൊക്കെ ഞങ്ങൾ കണ്ട് ഞങ്ങളുടെ തൊട്ട് വണ്ടി ഞാൻ ഇവിടെ അടുത്തൊരു കൊണ്ടുവന്നു. ഇവിടെ ഈ സംരക്ഷണ ഭിത്തി പൊളിഞ്ഞ് കയറി വന്നേക്കണ സ്ഥലത്ത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അജാസിന് ഭയങ്കര ഒരു ആഗ്രഹം അതിനകത്തൊന്ന് ഇറങ്ങണമെന്ന്. പക്ഷെ ഇറങ്ങാൻ എൻ്റെ കൂടെ ആരും വേറെ വന്നിട്ടില്ല. ഞാനും ഇവനും മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ പിള്ളേരെ സെറ്റ് ആരും കാണാനുള്ള. എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് ആരെങ്കിലുമൊക്കെ ഞങ്ങളെ ഇവിടെ ഈ വെള്ളത്തിലൊന്ന് ഇറക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയണം. ഞങ്ങൾ വരാം ഒരു ദിവസം. ഞങ്ങളുടെ ഒരു ആഗ്രഹം, അജാസിൻ്റെ ഒരു ആഗ്രഹമാണ് ഈ കടലിലൊന്ന് ഇറങ്ങണമെന്നുള്ളത്. അത് ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് സാധിച്ചു തരണം. ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഞങ്ങൾക്ക് നിങ്ങളോടാണ് ചോദിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി പോകാൻ പറ്റൂല. അപ്പം അജാസേ, ആഗ്രഹമല്ലേ? അപ്പോൾ നമ്മുടെ ഈ ആഗ്രഹം ആരെങ്കിലും ഒന്ന് അജാസിനൊന്ന് സാധിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും എനിക്ക് സാധിച്ചു തരും. അങ്ങനെ അത് അജാസിനെ കയറാനുള്ള ജങ്കാറ് ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട്. മട്ടാഞ്ചേരി എവിടെയാ? ജങ്കാറിൽ കയറിയിട്ട് അജാസിനെ കൊണ്ട് ജങ്കാറിൽ കയറി. അജാസിനെ കൊണ്ട് ജങ്കാറിൽ കയറി. ഇനി ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. ഫോർട്ട് കൊച്ചിയിലുള്ള മറ്റേ വാക്കിംഗ് വേലാണ് ഞാനും അജാസും. ഇങ്ങനെ ഇതൊക്കെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് അജാസിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെന്ത് സാധനമാണെന്നറിയാൻ ഞാൻ കൊച്ചിക്കാരനല്ല. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോയിലിയേഴ്സ്. കപ്പലിൻ്റെ എന്തോ എൻജിൻ്റെ സാധനമാണ്. മറ്റേ അല്ല, ഫോർട്ട് കൊച്ചിയിൽ വന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. അങ്ങനെ ഞാനും അജാസും എറണാകുളം, ചെറായി, ഫോർട്ട് കൊച്ചി ഒക്കെ കറക്കം കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ പാറപ്പള്ളി അതുള്ള റഫീഖാസിൻ്റെ തട്ടുകടയിൽ അജാസിന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. എങ്ങനെയുണ്ടായി യാത്ര? സൂപ്പറായിരുന്നു, വളരെ സന്തോഷം. ഇനി കടലിലിറങ്ങണം. കടലിലിറങ്ങണം ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇറങ്ങണം. ഇല്ല, ഇതിപ്പോൾ ഈ മഴ ഒന്നാണ് മാറട്ടെ. മഴ മാറിയിട്ട് ഇറങ്ങാം.